ആദ്യം മുതലേ നമ്മൾ എന്താണോ സത്യം പറഞ്ഞത് അത് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇത് സത്യം തന്നെ എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. ലോകത്തിന് മനസ്സിലായി. അതായത് ഈ സമാധി ആയ ഇത് ഒരുപാട് പേര് കളിയാക്കിയും വിവാദങ്ങളും ഭയങ്കര വിഷയങ്ങളാക്കിയും കളിയാക്കുന്നവർ ഒരുപാട് പേര് ഇതിലുണ്ടായിരുന്നു. സമാധി വെച്ചിട്ട് പണം ഉണ്ടാക്കുവാനാണ്, ബിസിനസ് ആക്കാനാണ്. ഒരിക്കലും സമാധിയെ ഒരു ബിസിനസ്, ഒരു കച്ചവട സ്ഥാപനമാക്കാനല്ല താല്പര്യം. അതായത് സമാധി എന്ന് പറയുന്നതും ഈ ക്ഷേത്രം എന്ന് പറയുന്നതും കൈലാസനാഥ മഹാദേവ ക്ഷേത്രം എന്നും ഭക്തിയുടെ ഒരു സ്ഥലമാണ്. ഇത് ഭക്തിയാദരപൂർവ്വം ഭഗവാനെ നമിച്ച് ആരാധനകൾ ചെയ്തു പോകേണ്ട ഒരു സ്ഥലമാണ്. ഇതിനെ ഒരിക്കലും ബിസിനസ് ആക്കാൻ താല്പര്യമില്ല. നമുക്ക് നിത്യോപജീവനത്തിനായി പശുക്കളുണ്ട്. പശുക്കളെ എങ്ങനെയാണോ പണ്ട് നിത്യോപജീവനം പശുക്കളെ വെച്ച് ഉപജീവന മാർഗം നടത്തിയത്, അതുപോലെ അധ്വാനിച്ച് തന്നെയാണ് ഈ ക്ഷേത്രത്തിനെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അധ്വാനിച്ച് തന്നെ ജീവിക്കും. പിന്നെ അതെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയ അമ്പലമല്ല. ഇത്രയും ഒരു വലിയ മഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ 25-30 വർഷത്തിന്റെ ഒരു പഴക്കം വരും. ഈ 25 എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഫൗണ്ടേഷൻ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉയരോട്ടുള്ള ചുമരുകെട്ട്, അങ്ങനെയെല്ലാം ഓരോ ഘട്ടം പണം വരുന്നതിനനുസരിച്ച് ഒരു ഘട്ടം കെട്ടിയിട്ടിട്ട് പിന്നെ അടുത്ത വർഷം പൈസ ഉണ്ടാക്കി അടുത്ത വർഷം അടുത്ത ഘട്ട പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് യാതനകൾ സഹിച്ച് ശരിക്കും 3 ജന്മം ചെയ്ത് തീർക്കുവാനുള്ള ജോലി ഒരു ജന്മം കൊണ്ട് ചെയ്ത് തീർത്ത അമ്പലമാണ്. അത്രയും കഷ്ടപ്പെട്ട് യാതനകൾ സഹിച്ച ഒരു സ്വാമിയാണ് ഗോപൻ സ്വാമി. അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അധ്വാനിച്ച് തന്നെയാണ് ഇത് ക്ഷേത്രത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. കുടുംബം എന്നുള്ള രീതിയിൽ ഇപ്പൊ ആദ്യം തൊട്ട് തന്നെ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അത് നേരിട്ട ആ ഒരു അവസ്ഥ, മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? മാനസികമായിട്ട് നല്ല പ്രയാസമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ അത്രയും ഒരുപാട് രീതിയിൽ നമ്മളെ വേദനിപ്പിച്ച് കളഞ്ഞു ഈ ഒരു കാര്യം. സത്യം പറഞ്ഞിട്ട് ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് ആ സമയം പോയത്. പക്ഷെ ഇപ്പം ഒരു സത്യം യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ട് വന്നപ്പം ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ശരിയായി എന്ന് നമുക്കൊരു സന്തോഷമുണ്ട്. ഇതിൽ എവിടെയാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്? അതായത് ഇപ്പം നിങ്ങൾ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്തു വന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് പ്രശ്നമായിട്ട് തോന്നിയത് എങ്ങനെയാണ്? ഇപ്പൊ നാട്ടുകാരാണോ അതോ എവിടെയാണോ വലിയ പ്രശ്നമായിട്ട് വന്നു തുടങ്ങിയത്? പ്രശ്നം അവർക്ക് നാട്ടുകാർക്കായിരുന്നു ആദ്യത്തെ ഇത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് തന്നെയാണ്, അവരെ അറിയിച്ചില്ല, എടുത്തില്ല ഇതെന്ന് പറഞ്ഞ് അവര് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കാൻ ആദ്യം വന്നത്. അതിനോട് ഒന്ന് ചേർക്കാനുണ്ട്. ഈ ഇപ്പൊ ദുരൂഹമായിട്ട് സമാധി ഇരുത്തിയതാണ് ഏറ്റവും വലിയ ആരോപണം. പ്രകടമായിട്ട് ആര് കേട്ടാലും ശരിയുള്ള കാര്യം എന്ത് ഒരു 10 പേരെ വിളിച്ച് നാട്ടുകാർ അറേഞ്ച് ചെയ്യാത്തത്. ഇവിടെ സാഹചര്യം മനസ്സിലാക്കണം. ഇവരെന്ന് പറയുന്ന നാടോർ സമുദായത്തിൽ ഹിന്ദു നാടോർ സമുദായം. അപ്പോൾ ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കൾ ബഹുഭൂരിഷം ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെ ആചാരപ്രകാരം അതിൻ്റെ അവസാന അന്ത്യകർമ്മങ്ങൾ അതിനുവേണ്ടി അവർ നിൽക്കും. ഇനി ഹിന്ദുക്കളാണ് കൂടുതൽ വരുന്ന ഈഴവരും നായന്മാരും ഒക്കെ ഹിന്ദുക്കളാണ് വരുന്നെങ്കിൽ അവരെന്ത് ചെയ്യും? അത് അഗ്നിക്ക് ഇരയാക്കാൻ അവർ നിൽക്കും. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ കുട്ടിയായിരുന്നത് മുതൽ വിധിയാമണ്ണമുള്ള പൂജകളെല്ലാം പാലിച്ചുകൊണ്ട് ആരാധന ധ്യാന മാർഗങ്ങളിൽ കൂടി മുന്നേറിയ ഒരു ജീവിതമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ അവസാനിക്കുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ സമാധിക്ക് ഇരിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ സമാധി ആയ സമയത്ത് അദ്ദേഹം മക്കളെ വിളിച്ച് ഉപദേശിച്ചു, നിങ്ങളുടെ എല്ലാവരെയും അറിഞ്ഞുകൊണ്ട് സമാധി ഇരുത്ത് നടന്നാൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന വിധത്തിലുള്ള പൂജ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വേണം സമാധി ഇരുത്തേണ്ടത്. നിങ്ങൾ സമാധി ഇരുത്തി കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും അറിയിച്ചോളൂ. എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞ സംഭവമാണ്. എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഇവർ സ്വസ്ഥമായിട്ട് സമാധി ഇരുത്താൻ പറ്റില്ല. വ്യത്യസ്തമുള്ള അഭിപ്രായങ്ങളുണ്ടാകും. സമാധി ഇരുത്തൽ പോലും നടക്കില്ല. ഇതാണ് വലിയ ദുരൂഹത എന്ന നിലയ്ക്ക് പലരും കൊട്ടിഘോഷിച്ചത്. അച്ഛൻ ചെന്നിരുന്ന് സമാധിയായ സമയത്ത് അതായത് ഈ മുഹൂർത്തം, അതായത് സ്വർഗവാതിൽ ഏകാദശി, ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ പകൽ സമയം, ആ മഞ്ഞ പ്രഭ അടിച്ച് കിടന്ന സമയം, അതായത് ആ പ്രകൃതി പോലും അതിന് അനുകൂലമായിട്ട് ആണ് ഇരുന്നത്. അതായത് പഞ്ചപക്ഷികളായിട്ടുള്ള ചാതുരാഗ പക്ഷി, അതുപോലെ തന്നെ തത്ത, അതുപോലെ തന്നെ മൂങ്ങ, അത് പ്രകൃതിയുടെ ആ കുയിൽനാദം വരെ, അതായത് പഞ്ചപക്ഷികളെല്ലാം ചലിച്ചുകൊണ്ട് ഈ പ്രകൃതി പോലും അതിനോട് അനുകൂലമായിട്ടാണ് മഹാസമാധി ആയ സമയത്ത് സ്വർഗവാതിൽ ഏകാദശി തുറന്ന ആ സമയം. ആ പ്രകൃതി അത്രയ്ക്ക് മഞ്ഞ ഗോളങ്ങളോടുകൂടി പ്രകൃതിയെ ആകാശത്തേക്ക് നിരീക്ഷിച്ച സമയത്ത് അത്രയും ചൈതന്യമേറിയ സമയത്താണ് അച്ഛൻ ആ സമാധി ആയിരിക്കുന്നത്. അപ്പൊ അപ്പം അത് നമുക്കറിയാമായിരുന്നു. അതായത് ഒരു ഒരാള് ഒരു നിമിഷം കൊണ്ടിട്ട് സന്യാസി ആയതോ, അല്ലെങ്കിൽ ഇന്ന് സന്യാസിയായി ഇന്ന് സമാധി ഇരുന്നല്ല. അദ്ദേഹം വർഷങ്ങളോളം അത്രയും തപോ ഗുണങ്ങൾ ചെയ്ത് അത്രയും ഈശ്വരനെ ആരാധിച്ച് ഭക്തിയോടുകൂടി പൂജിച്ച് പ്രതിഷ്ഠ ചെയ്ത് പോയിട്ടുള്ള ആളാണ്.
ആ ഒരാളിന് ഇങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. അതിലൊരു നമുക്കൊരു സങ്കടമുണ്ട്. അതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ശരിക്കും ഈ കുടുംബാംഗങ്ങൾ നേരിട്ട ആ സാഹചര്യം സാധാരണ മറ്റേതെങ്കിലും ഒരു കുടുംബമാണെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ട ആത്മഹത്യ നടക്കുമായിരുന്നു. അത്രയും പ്രതികൂലമായിട്ട് ഈ ജീവത്യാഗം നടന്ന സമയത്ത് തന്നെ ഇവിടെ അതിക്രമിച്ച് കയറിയും വെല്ലുവിളിക്കുകയും ക്ഷേത്രമെല്ലാം അടച്ചുപൂട്ടിയിട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയും അവരെ കൈയേറ്റം ചെയ്യാൻ വരെ മുതിരുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ സമാനമായ സാഹചര്യം വേറെ എവിടെ ഉണ്ടായെന്ന് അറിയില്ല. അതുമാത്രമല്ല, ചാനലിൽ കൂടെ വരുന്ന വാർത്തകളൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. വളരെ വിളയച്ചമായ നിന്ദ്യമായ വിധത്തിൽ അവരെ അച്ഛനെ കൊന്ന് പിന്നെ എന്തോ ചുരുക്കി വെച്ചു എന്നാണ് ഒരാൾ ഇവിടെ ഉപയോഗിച്ച വാക്ക്. അങ്ങനെ ഒരു നികൃഷ്ടമുള്ള പ്രചരണം നടന്നു. അതനുസരിച്ചുള്ള പ്രതികരണം ഇവിടെ നാനാ ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷേ അവര് ഉറച്ച ഈശ്വരവിശ്വാസം കൊണ്ടും ഈശ്വരവിശ്വാസം നൽകിയ ദൃഢതയും ആത്മവിശ്വാസം കൊണ്ടും അതോടൊപ്പം തന്നെ ഈ സമുദായ നേതാക്കളുണ്ട്, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അതുപോലെ പുഞ്ചക്കരി രവീന്ദ്രൻ തുടങ്ങിയ സമുദായ നേതാക്കളും അതോടൊപ്പം ഞങ്ങളെപ്പോലെ ചിലരും ഒക്കെ ഇടപെട്ടതുകൊണ്ട് അങ്ങേയറ്റം മനോധൈര്യം നൽകാൻ ഇടയായതുകൊണ്ടാണ് ഈ കുടുംബത്തിന് ഇതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത്. ഇനിയെങ്കിലും ഒരിടത്തും ഇതുവരെയുള്ള അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. പ്രത്യേകിച്ച് പോലീസ് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെറ്റീഷൻ വരുന്ന അവസരത്തിൽ ചില ദുരുദ്ദേശത്തോടു കൂടി ഒരു കുടുംബത്തെ അല്ലെങ്കിൽ വ്യക്തിയെ കളങ്കപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടു കൂടി വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്താണ്, ഇന്റൻഷൻ എന്താണെന്ന് പോലീസ് പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ആ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് സംഭവിച്ചത്, അറിയാൻ പറ്റും. ഈ തരത്തിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. കുടുംബാംഗങ്ങളോട് സംസാരിച്ച് സത്യാവസ്ഥ അറിയുക, 2 ഈ പെറ്റീഷൻ തരുന്നവരുടെ റോങ് ആയിട്ടുള്ള ഇന്റൻഷൻ മനസ്സിലാക്കുക. ഈ 2 ഓപ്ഷൻസും കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ വേണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ബോഡി പരിശോധന കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കേണ്ടത്. പക്ഷെ ഇവിടെ ഈ 2 ഓപ്ഷനിലേക്കും പ്രാഥമികമായി ചെയ്യേണ്ട 2 കാര്യങ്ങളിലേക്കും പോലീസ് കടന്നിരുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. ഒരു നിന്ദ്യമായുള്ള പ്രവൃത്തി കൂടെയാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പിന്നെ ക്ഷേത്രത്തില് ശ്രീകോവില് നിർമ്മാണത്തോടനുബന്ധിച്ച് ക്ഷേത്രം ഭൂമിയിലെ ആദ്യത്തെ ജലം മുതൽ ഈ ക്ഷേത്രത്തിലെ 5 മഹാതീർത്ഥങ്ങളിൽ നിന്ന് കൈലാസം, തിബറ്റ്, അവിടെ നിന്ന് തീർത്ഥം, അതുപോലെ തന്നെ ഗംഗോത്രി, കാശി വിശ്വനാഥ ക്ഷേത്രം, പാപനാശം, അങ്ങനെ 5 മഹാപുണ്യക്ഷേത്രങ്ങളിൽ നിന്നുള്ള തീർത്ഥം കൊണ്ടുവന്നാണ് അച്ഛൻ ഈ ഷടാധാരം ചെയ്യുന്നത്. ജലം കണ്ട് അവിടെ നിന്ന് തുടങ്ങിയ ഷടാധാരം ചെയ്ത് അച്ഛൻ മഹാലിംഗ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ഇത് ഗർഭഗൃഹ ക്ഷേത്രമാണ്. അതുപോലെ ഇത് പിന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇടനാഴിയുണ്ട്. അതുപോലെ ഈ വിഗ്രഹങ്ങള് ദ്വാരപാലകരടക്കം ശിലയിലാണ് അച്ഛൻ, കൃഷ്ണശിലയിലാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതിപുരാതന മഹാക്ഷേത്രം എങ്ങനെയാണോ, നാലമ്പല ക്ഷേത്രം എങ്ങനെയാണോ അതേ മാതൃകയിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണങ്ങൾ. പുരാതന ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ക്ഷേത്ര നിർമ്മാണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അച്ഛൻ. നമുക്ക് സാമ്പത്തിക കിട്ടും. പഞ്ചവർഗം ചെയ്തേക്കുന്നതാണ്ട സോപാന, അതൊക്കെ അറിയാം. പറഞ്ഞു. അപ്പൊ ഇപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒരു കേസ് ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു അല്ല കിട്ടിയിട്ടില്ല. അതിനോട് നമ്മൾ പോയിട്ടില്ല. കിട്ടിയിട്ടില്ല എന്നുള്ള നമ്മൾ പിന്നെ പോയിട്ടില്ല. അവര് പോയാലും തീർച്ചയായിട്ടും കിട്ടേണ്ട കാര്യം വെച്ചാൽ ഇപ്പൊ ഡെത്തിനെ സംബന്ധിച്ച് ഇനിയിപ്പോ ഏതെങ്കിലും തരം സംശയമുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഡെത്ത് സംഭവിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റാണ് അവരെ കൊടുക്കുന്നത്. അപ്പൊ ഇന്ന കാരണം കൊണ്ട് സംഭവിച്ചുള്ള സർട്ടിഫിക്കറ്റ് അല്ല കൊടുക്കുന്നത്. അപ്പൊ അവര് പോയാൽ സൗകര്യം കൊടുക്കേണ്ടതാണ്, അവർക്കത് കിട്ടും. ഇതിന് ശേഷം ഈ സമാധിയൊക്കെ വന്നതിന് ശേഷം പിന്നെ പുറമേ ഉള്ള ആൾക്കാർ എങ്ങനെ വരുമായിരുന്നു? അപ്പൊ നാട്ടുകാര് അതിനുശേഷം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതിനെ കുറിച്ച് വരും. അതായത് അറിഞ്ഞ് വിശ്വാസികൾ തീർച്ചയായിട്ടും ഈ മഹാക്ഷേത്രത്തിൽ എത്തുന്നതായിരിക്കും. ഉത്സവം എന്തോ നടത്താൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത ഇതേപോലെ കണ്ടായിരുന്നു. ഉത്സവമല്ല, ഈ ക്ഷേത്രത്തില് ശിവരാത്രിയോടനുബന്ധിച്ച് ശുദ്ധികലശങ്ങളും ചെയ്ത് നിത്യപൂജയ്ക്കായി ക്ഷേത്രം നടത്തുന്നതായിരിക്കും ശിവരാത്രിയോടനുബന്ധിച്ച്. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം കൊണ്ടുവന്നതോടൊപ്പം തന്നെ അച്ഛൻ സമാധിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയിരുന്നല്ലോ. ഒന്ന് പറയൂ. അതായത് ഈ ക്ഷേത്രത്തിന്റെ അച്ഛൻ ഈ ആദ്യത്തെ 2017 മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത സമയത്ത് അച്ഛൻ ഈ ഋഷിപീഠം നിർമ്മിച്ച് അച്ഛന് സമാധിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ആധാരശില മുതൽ ചെയ്ത് പത്മപീഠം അത് കൊണ്ടുവന്ന് മയിലാടിയിൽ നിന്ന് ശില കൊണ്ടുവന്ന്, അതുപോലെ ഇതിന്റെ ഉയരപ്പാകാനുള്ള നപുംസക ശില അടക്കം അച്ഛൻ നേരത്തെ തന്നെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചാണ് ഈ ഋഷിപീഠം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും അതുപോലെ ചെയ്ത് ഇപ്പോഴും മഹാസമാധിയായിട്ട് ഇരുത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും ഹിന്ദു സംഘടനകളുടെയും നാടാർ ഹിന്ദു സംഘടനയുടെയും ഒരുപാട് സന്യാസി വര്യന്മാരുടെയും മഹാസമാധിയിൽ അന്ന് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയും ആശീർവാദത്തോടു കൂടിയും തന്നെയാണ് അന്ന് മഹാസമാധിയായിട്ട് നമ്മൾ നടത്തിയത്. ചില ആളുകൾ പറയുന്നുണ്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഒരിക്കലുമില്ല. സാമ്പത്തിക ലാഭത്തിന് എന്ന് പറഞ്ഞാൽ ഇത് കച്ചവട സ്ഥലമല്ല. ഇത് ഭക്തി മാർഗത്തിൽ പെടുന്ന ഭക്തിയാദരവോടുകൂടെ ഭഗവാനെ നമിച്ചും ആരാധിച്ചും പൂജിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ്. അത് ഒരിക്കലും ഇത് സമ്പത്തിന് വേണ്ടിയിട്ടല്ല. ഇത്
സാമ്പത്തിക ലാഭമല്ല. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അധ്വാനിച്ച് തന്നെയാണ് ഇന്ന് വരെയും ജീവിച്ചിട്ടുള്ളത്. ഇനി സത്യം, ഇനി അങ്ങനെ തന്നെ ജീവിക്കും. ഇവിടെ ഒരു പശുവിനെ വളർത്തിയാണ് ജീവിക്കുന്നത്. അവർ അച്ഛൻ കുടുംബം പരിപാലിച്ചിരുന്നത് ചുമട്ട് തൊഴിലാളി നേരൊക്കെയായിരുന്നു. അപ്പൊ ഇതിന്റെ ഹലോ ആം, അണ്ണാ, വിളിക്കാമേ, വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ ആ ഇപ്പൊ ശരി. നേരത്തെ പറഞ്ഞ ചുമട്ട് തൊഴിലാളി നിരക്ക്, അതോടൊപ്പം തന്നെ മറ്റ് മരം മുറിക്കുന്നതിന്, അതിനെ പിന്നെ ഇത് ഫർണിച്ചറാക്കി മാറ്റുന്നതിന്, ഇത്തരത്തിലുള്ള നാനാ പ്രവൃത്തികൾ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. നേരത്തെ മകൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 3 മനുഷ്യായുസ് കൊണ്ട് ചെയ്യേണ്ട അധ്വാനം ഒരു മനുഷ്യായുസ് കൊണ്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ധനം ഓരോ പ്രാവശ്യം ഒരുമിച്ചല്ല ചെയ്ത്, ആദ്യം ഒരു ഭാഗം വാനം തൊണ്ടിയിടും, അതിനുശേഷം കരിങ്കല്ലിറക്കും, പിന്നെ ഒരു ഭാഗം കെട്ടും, പഞ്ചവർഗം ചെയ്യും, ചുമര് കെട്ടും, പിന്നീട് അവിടെ കട്ടള ഉറപ്പിക്കും. ഇങ്ങനെ 10-25 വർഷങ്ങളിലൂടെ അദ്ദേഹം സമ്പാദിച്ച ധനമാണ് ഇന്ന് ഈ ക്ഷേത്ര രൂപത്തിൽ കാണുന്നത്. അതിനുവേണ്ടി റെസിപ്റ്റ് അടിച്ച് പിരിക്കുകയോ പുറത്തുപോയി പിരിവെടുക്കുകയോ ചെയ്തിട്ടില്ല. ആരെങ്കിലും ഒരു ഭക്തി നിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊടുക്കുകയാണ് സ്വീകരിച്ചിട്ടുണ്ട്. ആ വിധത്തിൽ പണിത് ഉയർത്തിയ ഒരു ക്ഷേത്രമാണ്. ഇപ്പൊ പൂജാ കാര്യങ്ങളൊക്കെ ഒന്ന് കയ്യിൽ നിന്നാണ് ചെലവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിപ്പോ എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ? അത് പിന്നെ ക്ഷേത്രത്തിന് ഇനി ഞാൻ പറയില്ല, അധ്വാനിച്ച് കിട്ടുന്ന പണത്തിൽ നിന്നും തന്നെയാണ് നമ്മൾ പണ്ടും, അതായത് അധ്വാനിച്ച് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്ത് തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലെ നിത്യപൂജകൾ നടത്തുന്നത്. പിന്നെ ഭക്തിയോടുകൂടി എനിക്കൊരു പൂജ വേണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും. ഒരു കാര്യം കൂടെ, പിന്നെ മഹേഷ് നമ്പൂതിരിയുടെ ഇതല്ലേ? ഓ അതെ 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 പറയൂ, എവിടെ പഠിച്ചത്? അതായത് അച്ഛനിൽ നിന്നും വിദ്യകളും പൂജാവിധികളും താന്ത്രികപരമായിട്ട് അച്ഛൻ എനിക്ക് ഒരുപാട് പൂജാവിധികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ പുതുമന തന്ത്ര വിദ്യാലയ പീഠം മഹേശ്വരൻ നമ്പൂതിരി അവിടെ നിന്നും വിദ്യകൾ പഠിച്ചിട്ടുണ്ട്. പൂജാവിധികൾ, പൂജ എല്ലാം അറിയാമെന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പൂജ എല്ലാം അറിഞ്ഞൂടാ. ഒരു കടുക് മണികൾ പോലും മാത്രമേ എനിക്ക് പൂജ, ഇനിയും വിദ്യകൾ പഠിക്കാനുണ്ട്. ഇനിയും ഒരുപാട് താന്ത്രികപരമായും ആചാര്യപരമായും ഒരുപാട് പൂജാവിധികൾ ഇനിയും പഠിക്കാനുണ്ട്. പഠിച്ച് ഞാൻ തീർന്നിട്ടില്ല, പഠിച്ചു പൂർത്തിയാവനല്ല. ഞാൻ എല്ലാ വിദ്യ എനിക്ക് അറിയാന്നുള്ള ജ്ഞാനിയേ അല്ല ഞാൻ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് ഒക്കെ ഇതിന്റെ ഇടയിൽ മാനസികമായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ ഒരു കമന്റ്സിനെ എങ്ങനെയാണ് അത് നേരിട്ടുള്ളത്? തീർച്ചയായിട്ടും അത് പറഞ്ഞുതരാം. അതായത് ഈ സോഷ്യൽ മീഡിയ നമ്മളെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. പക്ഷെ കളിയാക്കുന്നതിൽ കൂടെ അപ്പം ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞിട്ട് അവർ കാശുണ്ടാക്കുന്നത്. ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞ ആ കളിയാക്കലിൽ കൂടെ ഗോപൻ സ്വാമിയിൽ നിന്നാണ് അവർക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളൂ. അതിൽ നിന്ന് അവരും ജീവിക്കുകയാണ്. ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞ് അവരും ജീവിക്കുകയാണ്. അതാണ് ഈ കളിയാക്കുന്നതിന്റെ പ്രത്യേകത. അവർക്ക് കളിയാക്കുന്നത് വരെ അറിയാവൂ. അവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ആരാധനയും ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പിന്നെ അവരുടെ അച്ഛനും അവരെ പഠിപ്പിച്ചു കൊടുത്ത ഗുരുക്കന്മാര്, ആചാര്യ ഗുരുക്കന്മാര് അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല. അവർക്ക് ആ കളിയാക്കുന്നത് വരെയുള്ള അറിവേ അവർക്ക് സമ്പാദിച്ചിട്ടുള്ളൂ അവര്. പക്ഷെ അവര് എന്നിട്ടും ആ ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞതിനാണ് അവർ വീണ്ടും കാശുണ്ടാക്കുന്നത്.